നോക്കിയിട്ട് ഒഴുക്കുന്നുണ്ട്. മീനുകളൊക്കെ കിട്ടാൻ വരുന്നില്ലേ? ഇല്ല, ഒരു കുടുംബക്കാരായിട്ട് വന്നാണ് പരുന്ത്. അപ്പോൾ കുറേ കഴുകന്മാർ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇനി കുറേ നേരം കൂടെ നമുക്ക് കഴുകിയിട്ട് നിന്ന് കഴിഞ്ഞാൽ സ്വരാജിൻ്റെ മണ്ടയിൽ കൊത്തിയിട്ട് അവർ കോയിനും കൊണ്ട് അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാം. ഇവർക്കും മണ്ടയുണ്ട്, അപ്പോൾ ആരുടെ മണ്ടയെ കൊട്ടുന്ന അറിയില്ല. ഫുഡ് ഫോർ വീഡിയോയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ റെസിപ്പി, നമ്മൾ ചിക്കൻ റെസിപ്പിയൊക്കെ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കനെ കൊണ്ട് ചെയ്യാൻ പോണത് ഒരു ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ ഇതിനെ റോസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കോഴി സാധാരണ വീട്ടിൽ നിന്ന് കഴുകിയിട്ട് വരില്ല. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് എല്ലാ കോഴിയും കഴുകി, കാരണം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് പൊളിക്കല്ലേ? ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ആദ്യം മുളക് പൊടി, കുരുമുളക് പൊടി, അരച്ചെടുത്ത വെളുത്തുള്ളി, നന്നായി അരച്ചെടുത്ത ഇഞ്ചി, ചിക്കൻ ചില്ലി മസാല, ഉപ്പ്, നാരങ്ങനീര്, അല്പം ജിലേബി പൗഡർ. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരു മസാല കൂടെ നമുക്കൊന്ന് വറുത്തിടാനുണ്ട്. അപ്പോൾ നമുക്ക് ആ മസാല ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ട് നമുക്ക് ഇതിൽ സ്പൈസസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്താ മണം അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. വറുത്ത് പൊടിച്ച മസാല, തൈര്, കോൺഫ്ലോർ, മുട്ട പൊടിച്ചിടാം. മസാല നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക. അതെ, നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക അല്ലേ? കുഴച്ചു പകുതിയായി. കുഴക്കാൻ സലാഹം മതി, പിന്നെ അത് വെറുതെ എങ്ങനെ ഇരിക്കണം. ഇത് ഇന്ന് ഒരുപാട് കുഴക്കാനുള്ളതുകൊണ്ട് രണ്ടുപേരും ഇരുന്ന് ഒരുപാട് കുഴക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഴച്ചെടുത്ത മസാല നമുക്ക് ചിക്കനിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് കോഴി ഒന്ന് പൊരിച്ചെടുക്കാം. ഓയിൽ,
മസാല ഇട്ട കോഴിയിൽ നമുക്ക് നന്നായിട്ട് ഹോൾട്ട് കൊടുക്കുക. നന്നായിട്ട് മസാല ഉള്ളി ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ എല്ലാവരും ഹോൾട്ട് ഉണ്ട്. നമുക്ക് ഷെയിനിലേക്ക് കൊടുക്കാം അല്ലേ? ഇനി നമ്മുടെ കോഴിനെ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. എണ്ണയൊക്കെ നമ്മൾ ചൂടേ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോൾ ചിക്കൻ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അത് എടുത്ത് മാറ്റാം. അയ്യോ സാധനം നോക്കി സെറ്റപ്പ് ഒക്കെ വന്നിട്ട്. അയ്യോ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് 2 വാരയൊക്കെ ഇട്ടെടുത്തിട്ട് ഇറക്കിയിടാം കോഴിനെ എണ്ണയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ 13 കോഴി നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി 7 ഉള്ളൂ. സംഭവം സ്പീഡായി വേകുന്നുണ്ട്. മണമുണ്ടല്ലോ. ചൂടുണ്ട്, എണ്ണ നല്ല ചൂടുണ്ടല്ലേ? ഫ്രൈ ചെയ്തെടുത്ത ചിക്കനെ നമുക്ക് ഇനി വെറൈറ്റി ആയിട്ട് റോസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഉരുളി അങ്ങോട്ട് വെക്കാം. അപ്പോൾ റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓയിലല്ല, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ചുവപ്പ്, പച്ച, മഞ്ഞ ക്യാപ്സിക്കം നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലിട്ടു ചെറുതായിട്ട്. തക്കാളി, അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത നമ്മുടെ മസാല, വലിയ ജീരകവും ചെറിയ ജീരകവും, അടുത്തത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഒരല്പം മല്ലിത്തഴ ഇടാം. കറിവേപ്പില,
ഒരല്പം വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ റോസ്റ്റ് മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഓരോന്നായിട്ട് നമ്മൾ എടുത്തിടാൻ പോകണം. ഫ്രൈ ചെയ്ത ചിക്കനാണ്. ആഹാ എന്താ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ റോസ്റ്റിൻ്റെ മസാലയാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇല്ലേ. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വേവിച്ചതുകൊണ്ട് നമുക്ക് അധിക നേരമൊന്നും മസാലയിൽ ഇട്ട് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല മണം വരുന്നില്ല സുല, നല്ല കിടുക്കാച്ചി മണം വരുന്നില്ലേ. അടിപൊളി നെയ്ച്ചോറ് അങ്ങോട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം നമ്മുടെ റോസ്റ്റിൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെ ഫുൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ മൂന്നാളുണ്ട്. നമ്മൾ ഇവരെ വീഡിയോൻ്റെ ഇടയിലായിട്ട് പരിചയപ്പെടുത്തുക. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. ടേസ്റ്റ് ചെയ്യാം. തൈരുണ്ട്. തൈര് ഒഴിച്ചോളൂ. ശരി മതി. അടിപൊളിയുണ്ട്. കുറച്ചു കാലങ്ങളായി ഇങ്ങനത്തെ ഒരു ഭക്ഷണം കിട്ടാണ്ട്. അടിപൊളിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഓർമ്മയില്ല. സൂപ്പർ സൂപ്പർ. അടുത്തൊന്നും കഴിച്ചിട്ടില്ല. ഓർമ്മയിൽ കഴിച്ചതായിട്ട് ഇല്ല. ഇത്രയും ടേസ്റ്റുള്ള ചിക്കൻ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതിന്റെ വേവെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതാണ് ഇത് വെന്തതിന്റെ പവർ. അതെ, പുട്ടുപോലെയുണ്ട്. ഇത് മെയിൻ എന്തായാലും മസാല അല്ലേ, ആ റോസ്റ്റ് ചെയ്ത മസാല ഇതിന്റെ മെയിൻ. നന്നായി പിടിച്ചിട്ട് ആദ്യം ഫ്രൈ ചെയ്ത് പിന്നെ വെറൈറ്റി മസാല റോസ്റ്റ് ചെയ്തെടുത്തു. നെയ്ച്ചോറും കൂടി കൂട്ടിയപ്പോ അടിപൊളി. അപ്പോൾ ഈ മൂപ്പര് നമ്മുടെ സുഹൈലിന്റെ അമ്മൂസാക്കിയാണ് അല്ലേ, മൻസൂർക്കാന്ന പേര്, മൻസൂർ മാമ. അപ്പോൾ ഇത് വന്നിട്ട് വല്യാപ്പയാണ്, ഉമ്മാൻ്റെ വലിയ താത്താൻ്റെ ഹസ്ബൻഡ്. തൃശ്ശൂരിൽ വന്നാണ് നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ വന്നതിൽ നെഗറ്റീവൊന്നും ഇല്ലല്ലോ. സൂപ്പറായിട്ടുണ്ട് ഭക്ഷണം, അടിപൊളിയായിട്ടുണ്ട്. വന്നത് വേസ്റ്റ് ആയില്ല. മുതലായി. ഇത് മൂപ്പര മോനാണ് സുഹൈബ്, മൂപ്പര മൂന്നാമത്തെ. ക്ഷണിച്ച് വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭക്ഷണം. നിങ്ങളുടെ വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഭക്ഷണം ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. സൂപ്പറായിട്ടല്ലേ, അടിപൊളി. ശരിക്കും നമ്മൾ അതിന്റെ ക്ഷണത്തിലാണ് ഇവിടെ വന്നത്. അതെ അത് ശരിയാണ്. നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് ഇത് ഫുള്ള് വന്നിട്ടും റാപ്പാൻ്റെയാണ് ഈ സ്ഥലം. അതെ, ശരിക്കും മൻസൂർ മാമ ക്ഷണിച്ചത് നമ്മളെ. അതെ, ശരിക്കും പറഞ്ഞാല് ഈ സ്ഥലം വന്നിട്ട് കൊല്ലങ്കോട് ഭാഗത്ത് വടവന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഉള്ളിൽ 2 കിലോമീറ്റർ ഉള്ളിലായിട്ട് മരുതമ്പാടം പറയും. അവിടെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഫുൾ ലൊക്കേഷൻ ഇന്ന് ആ ഭാഗത്തായിട്ടാണ് നമ്മൾ ഫുൾ ലൊക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഗാർമെൻറ്റ്സ് ഉണ്ട്, നല്ലൊരു ഷർട്ടിൻ്റെ ഒക്കെ ഹോൾസെയിൽ ആയിട്ട് ഉള്ള ഒരു ഗാർമെൻറ്റ്സ്. അപ്പോൾ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയും എന്ന് ഞാൻ വിചാരിക്കണം. ഇല്ലാത്തവരെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വിലക്കുറവിൽ അടിപൊളി ഷർട്ടുകൾ ഇവിടെ നമ്മൾ കിട്ടുന്നുണ്ട്. ലിംറാസ് ഗാർമെൻറ്റ്സ്. ഞങ്ങളുടെ ബ്രാഞ്ച് പാലക്കാട് ഒന്ന് അടുത്ത മാസം ഫസ്റ്റ്
വീക്കിൽ ഓപ്പണിംഗ് ആകുന്നുണ്ട് പാലക്കാട് മഞ്ഞക്കുളം റോഡ് നിയർ KRS ബിൽഡിംഗ്. KRSന്റെ തൊട്ട്. അതെ മറ്റേ OMR ബിരിയാണിൻ്റെ തൊട്ട്. അപ്പോൾ ഫെബ്രുവരി മുതൽ നമ്മൾ അവിടെ ഓപ്പണിംഗ് ഉണ്ടാവും ബ്രാഞ്ച് ആയിട്ട് എല്ലാവരും വരും. അതെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതെ സിമ്പിളാണ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ റെസിപ്പിയാണ് പറയാം. അപ്പോൾ സാധാരണ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആരും ഫ്രൈ ചെയ്യാതെ ട്രൈ ചെയ്ത് ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ ഫുൾ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തു. അടിപൊളി റെസിപ്പി, ഒന്നും പറയാനില്ല. വേവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, പഞ്ഞി പോലെ. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. തൃശ്ശൂർ ഭാഷയിൽ പറയണത് അങ്ങനെ പറയാം. പറഞ്ഞോളൂ. എല്ലാവരും അതെ. അപ്പോൾ എന്തായാലും അടിപൊളി റെസിപ്പി, എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിലും കിടിലൻ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.